ഉം. ഈ ഒരു ചെറിയ 80 cc മഷിക്കുപ്പിയും പിന്നെ ഒരു രജിസ്റ്ററും ഉപയോഗിച്ചിട്ട് ഇപ്പൊ നമ്മുടെ ഈ വലിയ തിരഞ്ഞെടുപ്പ് പ്രക്രിയയെ കള്ളവോട്ടുകളിൽ നിന്ന് എങ്ങനെയാ സംരക്ഷിക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പൊ ഈ വിശദമായ ചർച്ചയിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. അതെ, എല്ലാവർക്കും സ്വാഗതം. ഇത് പ്രധാനമായും നമ്മുടെ സെക്കൻഡ് പോളിംഗ് ഓഫീസർമാർക്കുള്ള ഒരു ഔദ്യോഗിക പരിശീലനമാണ്. കൃത്യമായി പറഞ്ഞാൽ നിങ്ങൾ ഈ കേൾക്കുന്നതിനൊപ്പം തന്നെ ആ മുന്നിൽ കാണുന്ന സ്ലൈഡുകൾ കൂടി ഒന്ന് ശ്രദ്ധിക്കണം കേട്ടോ. കാരണം നമ്മൾ ഔദ്യോഗിക PDF രേഖകളാണ് പരിശോധിക്കുന്നത്. അതെ. ഇതിൽ പ്രധാനമായും വോട്ടർമാരുടെ രജിസ്റ്റർ കൈകാര്യം ചെയ്യുക, പിന്നെ വോട്ടർ സ്ലിപ്പ് നൽകുക, മായ്ക്കാൻ കഴിയാത്ത മഷി പുരട്ടുക, ഈ 3 കാര്യങ്ങളാണ് നമ്മളിന്ന് ഫോക്കസ് ചെയ്യുന്നത്. ശരിയാണ്, ഈ 3 സുപ്രധാന ചുമതലകളാണ് അവർക്കുള്ളത്. അപ്പോ എനിക്കൊരു ചെറിയ സംശയമുണ്ട്. നമ്മൾ വേറെ ഉദാഹരണങ്ങളിലേക്കൊന്നും പോകാതെ നേരിട്ട് തന്നെ ചോദിക്കുകയാണ്, ഈ തെരഞ്ഞെടുപ്പ് പ്രക്രിയയിൽ സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ ഭാഗത്തു നിന്ന് മാത്രം ഇത്രയധികം ഒരു കൃത്യത ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? അത് വളരെ ലളിതമാണ്. അതായത്, ഒരു വ്യക്തി വോട്ട് ചെയ്തു എന്നതിന്റെ ആ ഒരു നിയമപരമായ പൂർണ്ണ ഉറപ്പ് നൽകുന്നത് ഈ ഉദ്യോഗസ്ഥനാണ്. ഇപ്പോ ഇതിൽ സംഭവിക്കുന്ന ചെറിയൊരു പിഴവ് പോലും ചിലപ്പോൾ വലിയ പ്രശ്നമാകും. ശരിയാണ്. പിന്നീട് വലിയ തർക്കങ്ങൾക്ക് കാരണമായേക്കാം, അല്ലേ? തീർച്ചയായും. വോട്ടർ യഥാർത്ഥമാണോ എന്ന് രേഖപ്പെടുത്തുന്നതും അയാൾ വോട്ട് ചെയ്തു എന്നുറപ്പാക്കുന്നതും ഇവരാണ്. അതുകൊണ്ടാണ് ഓരോ ഘട്ടത്തിലും ഈ കൃത്യത നിർബന്ധമാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്ക് ആ രേഖകൾ പൂരിപ്പിക്കുന്നതിൽ നിന്ന് തന്നെ തുടങ്ങാം. വോട്ടർ വോട്ട് ചെയ്തു എന്ന് ഉറപ്പാക്കാൻ ആ വിരലിൽ മഷി പുരട്ടുന്നതിന് മുൻപ് തന്നെ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യാനുണ്ടല്ലോ. അതെ. ഏറ്റവും പ്രധാനപ്പെട്ട ഫോം 17A, അതായത് നമ്മുടെ വോട്ടർമാരുടെ രജിസ്റ്റർ. അതിലാണ് നിങ്ങളുടെ ഏറ്റവും വലിയ ശ്രദ്ധ പതിയേണ്ടത്. അതെ, സ്ലൈഡിൽ കാണുന്ന ആ ഫോമല്ലേ? അതെ, ആ ഫോം തന്നെ. ഇതിൽ വോട്ടറുടെ ക്രമനമ്പർ, പിന്നെ അവർ ഹാജരാക്കുന്ന തിരിച്ചറിയൽ രേഖ, ഇപ്പോൾ ഉദാഹരണത്തിന് എപ്പിക് കാർഡോ അല്ലെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസോ ഒക്കെയാണെങ്കിൽ അതിന്റെ അവസാന അക്കങ്ങൾ കൃത്യമായി രേഖപ്പെടുത്തണം. ഓക്കെ, അത് കഴിഞ്ഞാൽ പിന്നെ ഒപ്പ് വാങ്ങണമല്ലോ. അതെ, അത് നിർബന്ധമാണ്. വോട്ടറുടെ ഒപ്പോ അല്ലെങ്കിൽ വിരലടയാളമോ ഈ ഫോമിൽ പതിപ്പിച്ചിരിക്കണം. പിന്നെ വേറൊരു പ്രധാന കാര്യം, ഈ ASD, അതായത് ആബ്സെന്റ്, ഷിഫ്റ്റഡ്, ഡെഡ്, ആ പട്ടികയിലുള്ളവരാണെങ്കിൽ അത് ആ റിമാർക്സ് കോളത്തിൽ കൃത്യമായി എഴുതുകയും വേണം. അപ്പോൾ ഇത്രയും കാര്യങ്ങൾ കഴിഞ്ഞിട്ടാണോ സ്ലിപ്പ് കൊടുക്കേണ്ടത്? അതെ, ഇതെല്ലാം കഴിഞ്ഞ ശേഷം ഉദ്യോഗസ്ഥൻ സ്വന്തം ഇനീഷ്യൽ ചെയ്ത വോട്ടർ സ്ലിപ്പ് വേണം വോട്ടർക്ക് നൽകാൻ. ഇവിടെ എനിക്കൊരു പ്രായോഗിക ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട്. ഇപ്പോ പോളിംഗ് ബൂത്തിൽ നല്ല നീണ്ട ക്യൂ ഉള്ള സമയത്ത് ആളുകൾക്ക് പെട്ടെന്ന് വോട്ട് ചെയ്തിട്ട് പോകാനായിരിക്കും തിടുക്കം. സ്വാഭാവികമാണല്ലോ അത്. അതെ, ആ ഒരു സമയത്ത് ഈ രേഖകൾ പരിശോധിക്കാനും ഒപ്പും വിരലടയാളവുമൊക്കെ വാങ്ങാനും നമ്മൾ സ്പീഡ് കൂട്ടിയാൽ ഫോമില് തെറ്റുകൾ സംഭവിക്കില്ലേ? അത് വളരെ പ്രസക്തമായൊരു ചോദ്യമാണ്. അവിടെയാണ് ഞാൻ നേരത്തെ പറഞ്ഞ ഫോം 17A-യുടെ നിയമപരമായ പ്രാധാന്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഈ വോട്ടിംഗ് യന്ത്രത്തിലെ കണക്കുകളേക്കാൾ ഉപരി ഇതാണ് ആത്യന്തിക രേഖ. അതായത് നാളെ എന്തെങ്കിലും ഒരു തർക്കം വന്നാൽ ഇതായിരിക്കും ആദ്യം പരിശോധിക്കുക, അല്ലേ? തീർച്ചയായും. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പരിശോധിക്കുന്നത് ഈ രേഖയാണ്. അതുകൊണ്ട് അവിടെ വെപ്രാളപ്പെട്ടിട്ട് യാതൊരു കാര്യവുമില്ല. വേഗതയേക്കാൾ ഉപരി ഉദ്യോഗസ്ഥനായ നിങ്ങളുടെ പൂർണ്ണ ശ്രദ്ധ ആ രേഖകൾ കൃത്യമാണെന്ന് ഉറപ്പുവരുത്തുന്നതിലാണ് വേണ്ടത്. മനസ്സിലായി. രേഖകൾ പരിശോധിച്ച് ഒപ്പുവന്നു എന്ന് ഉറപ്പാക്കുന്നതിൽ യാതൊരു വിട്ടുവീഴ്ചയും പാടില്ല കേട്ടോ. ഉറപ്പുവരുത്തി. ഇനിയിപ്പോ ഈ വ്യക്തി തന്നെ വീണ്ടും മറ്റൊരു ബൂത്തിൽ പോയി വോട്ട് ചെയ്യാൻ ശ്രമിക്കില്ല എന്നുറപ്പാക്കുന്നതാണ് അടുത്ത ഘട്ടം. അതെ, അവിടെയാണ് നമ്മുടെ രണ്ടാമത്തെ ആയുധം വരുന്നത്, മായ്ക്കാൻ കഴിയാത്ത മഷി. നിങ്ങളുടെ മുന്നിലുള്ള സ്ലൈഡിൽ കാണുന്ന 80cc കുപ്പിയിലുള്ള മഷിയാണ് ഇതിനായി ഉപയോഗിക്കുന്നത്. ഈ മഷി പുരട്ടുന്നതിലും ചില കൃത്യമായ നിയമങ്ങളുണ്ടല്ലോ. അതെ, നഖത്തിന്റെ മുകൾ ഭാഗത്ത് തുടങ്ങി വിരലിന്റെ ആദ്യ സന്ധി വരെ, അതായത് ഫസ്റ്റ് ജോയിന്റ് വരെ നീളത്തിലാണ് ഈ മഷി പുരട്ടേണ്ടത്. പക്ഷേ ഞാൻ ആ സ്ലൈഡിലേക്ക് നോക്കുമ്പോൾ വേറൊരു കാര്യം ശ്രദ്ധിച്ചു. സാധാരണ വോട്ടർക്കും പിന്നെ മറ്റു ചിലർക്കുമൊക്കെ ഒരേ വിരലിലല്ല മഷി പുരട്ടേണ്ടത് എന്ന് കാണുന്നുണ്ടല്ലോ. അത് വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റാണ്. എല്ലാവർക്കും ഒരേ വിരലിലല്ല. ഇപ്പോ ഒരു സാധാരണ വോട്ടർക്ക് എപ്പോഴും ഇടത് കൈയിലെ ചൂണ്ടുവിരലിലാണ് മഷി പുരട്ടേണ്ടത്. അപ്പോ പ്രോക്സി വോട്ടർ ആണെങ്കിലോ? പ്രോക്സി വോട്ടർക്കാണ് പുരട്ടുന്നതെങ്കിൽ അത് ഇടത് കൈയിലെ നടുവിരലായിരിക്കണം.
ഇനിയിപ്പോ അന്ധരോ അവശരോ ആയ വോട്ടർമാർക്ക് വോട്ട് ചെയ്യാൻ ഒരു സഹായി വരുമല്ലോ. അതെ, വരും. ആ സഹായിക്കാണ് നിങ്ങൾ മഷി പുരട്ടുന്നതെങ്കിൽ അവരുടെ വലത് കൈയിലെ ചൂണ്ടുവിരലിലാണ് പുരട്ടേണ്ടത്. വലത് കൈയിലെ ചൂണ്ടുവിരൽ. ഉം. പക്ഷേ ഇപ്പോൾ ഉദ്യോഗസ്ഥർക്ക് ഒരു അബദ്ധം പറ്റി, വിരൽ മാറിപ്പോയെന്ന് കരുതുക. അതായത് സഹായിയുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ തന്നെ അബദ്ധത്തിൽ മഷി പുരട്ടി. അത് വലിയ പ്രശ്നമാകുമോ? അത് വലിയൊരു പ്രശ്നമാവും. കാരണം ഒന്ന് ചിന്തിച്ചു നോക്കൂ, ആ സഹായി അവരുടെ സ്വന്തം വോട്ട് രേഖപ്പെടുത്താൻ പോളിംഗ് ബൂത്തിൽ ക്യൂ നിൽക്കുന്ന ഒരു സാധാരണ വോട്ടർ കൂടി ആയിരിക്കും മിക്കവാറും. ശരിയാണല്ലോ. അപ്പൊ അവര് സ്വന്തം വോട്ട് ചെയ്യാൻ പോകുമ്പോൾ തടയപ്പെടുമല്ലേ? അതെ, നിങ്ങൾ അവരുടെ ഇടത് കൈയിലെ ചൂണ്ടുവിരലിൽ മഷി പുരട്ടിയാൽ പിന്നീട് സ്വന്തം വോട്ട് ചെയ്യാൻ ചെല്ലുമ്പോൾ ഉദ്യോഗസ്ഥർ അവരെ സമ്മതിക്കില്ല. കാരണം ആ വിരലിലെ മഷി അവർ നേരത്തെ വോട്ട് ചെയ്തു കഴിഞ്ഞു എന്നതിന്റെ ലക്ഷണമാണ്. കള്ളവോട്ട് തടയാനും വോട്ടർമാരെ കൃത്യമായി വേർതിരിച്ചറിയാനുമാണ് ഈ കർശന നിയമങ്ങൾ. ഓക്കെ, അപ്പോ പോളിംഗ് ഉദ്യോഗസ്ഥരുടെ ഈയൊരു കൃത്യതയാണ് യഥാർത്ഥത്തിൽ ഒരാളുടെ വോട്ടവകാശം സംരക്ഷിക്കുന്നത്. അല്ലാതെ വെറുതെ ഒരു മഷിപുരട്ടൽ മാത്രമല്ല അത്. തീർച്ചയായും അല്ല. സെക്കൻഡ് പോളിംഗ് ഓഫീസറുടെ ഈയൊരു കൃത്യതയാണ് തെരഞ്ഞെടുപ്പിന്റെ സുതാര്യത കാത്തുസൂക്ഷിക്കുന്നത് എന്ന് തന്നെ പറയാം. അപ്പോ കാര്യങ്ങളെല്ലാം വളരെ വ്യക്തമാണ്. വെറുമൊരു ഉദ്യോഗസ്ഥൻ എന്നതിലുപരി നമ്മൾ ഈ ചർച്ച ചെയ്ത രേഖകളുടെ, അതായത് ഫോം 17A യഥാർത്ഥ സൂക്ഷിപ്പുകാരനും വോട്ട് ചെയ്തതിന്റെ അന്തിമ അടയാളം നൽകുന്ന നിർണായക വ്യക്തിയുമാണ് സെക്കൻഡ് പോളിംഗ് ഓഫീസർ. അതെ, ആ ഒരു ഉത്തരവാദിത്തം വളരെ വലുതാണ്. അപ്പോ ഈ പരിശീലനത്തിൽ പങ്കെടുത്ത എല്ലാവർക്കും നന്ദി.